ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സംരംഭക യൂണിറ്റ് ഉണ്ട് വളാഞ്ചേരി തുടങ്ങിയിട്ട് കിയോസ്ക് എന്ന് പറഞ്ഞിട്ട് അവിടേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഉണ്ണിയപ്പം, അതുപോലെ ഉലുവ മാങ്ങ അച്ചാറുണ്ട്, അവിൽ ഇതാക്കിയത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ട് കടലയും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം പാക്കിങ്ങാണ്. അതിന് എനിക്ക് എൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ സ്റ്റിക്ക് മാത്രം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പകുതി വഴിയിൽ ഇറങ്ങിയിട്ട് വേണം, അത് വാങ്ങിയിട്ട് വേണം. ഇവിടെ വളാഞ്ചേരി ആട്ടോ ഞങ്ങൾ കിയോസ്കോടെ ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അതിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം എല്ലാം വേണമല്ലോ. അപ്പോൾ ഞങ്ങളിതൊക്കെ പാക്കാക്കി അങ്ങനെ പിന്നെ അത് വാങ്ങിയിട്ടാണ് നേരെ വളാഞ്ചേരിക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ പറയണം കേട്ടോ. അച്ചാർ ഞാൻ ഉലുവ മാങ്ങ അച്ചാർ ആദ്യം കൊണ്ടുപോയി ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു. അത് കൊണ്ടുപോയി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചതാണ് അവർ. അപ്പോൾ 7 പാക്കറ്റ് ഞാൻ 10 പാക്കറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 7 പാക്കറ്റ് എനിക്ക് കൊടുക്കാൻ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം 3 പാക്കറ്റ് ആയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു 2 പേര് വന്ന് കൊണ്ടുപോയി ഉലുവ മാങ്ങയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം പാക്കാക്കിയിട്ട് അങ്ങനെ വളാഞ്ചേരിക്ക് പോവുകയാണ് കേട്ടോ. വളാഞ്ചേരി അല്ല, ഞാൻ വായനശാല അവിടെ പ്രിൻറ്റിങ് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ട് 3-4 ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് സരസമേളയുടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പായസത്തിൻ്റെ സ്റ്റാളായിരുന്നു എനിക്ക് കിട്ടിയത്. അത് എൻ്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിത് വാങ്ങാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഇനി ഞങ്ങളത് വാങ്ങി ഞങ്ങളിതാ ഇവിടെ വായനശാല എന്ന് പറയുന്ന സ്ഥലത്തെ ഇതാണ് കേട്ടോ പ്രസ്. ഞങ്ങൾ പ്രിൻറ്റിങ് ഞങ്ങളുടെ സ്റ്റിക്കറൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യാറുള്ളത്. ഒരു പാക്കറ്റിൽ 50 ഉണ്ട് തോന്നുന്നത്, എണ്ണിയിട്ടില്ല. ആ ഒരു സ്റ്റിക്കറിന് ഇത് ചെയ്യാൻ 50 രൂപ കേട്ടോ. അത് ഒരു ഉണ്ടാവും. അങ്ങനെ വാങ്ങിച്ചാൽ ബസ് കയറി ബസ് കയറി പോകും. മലയുടെ ഒരു ചെറിയ ഞങ്ങൾ വളാഞ്ചേരി എത്തിയിട്ടോ. അവിടെയൊക്കെ ബസ്സിൻ്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. 11 ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കടയിലേക്ക് മേടിച്ച് കിടക്കാനുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ബസ്സിന് നീങ്ങുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നിറയെ ബസ്സിന് ചെറുതായിട്ട് മഴ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന എൻ്റെ പ്രൊഡക്റ്റാണ് പിന്നെ സാമ്പാർ പൊടി, ചിക്കൻ മസാല ഒക്കെ ഞാൻ 2ാം ട്രിപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ ഇഷ്ടമാകുമ്പോൾ അതെല്ലാം നമ്മൾ 2ാം തവണയും കൊണ്ടാക്കി. ഞാൻ 2ാമത്തെ തവണയിട്ട് ഇവിടേക്ക് വരുന്നത്. ഇവിടെ എല്ലാ ഐറ്റംസും കുടുംബശ്രീയുടെ ഐറ്റംസുകളാട്ടോ. മിഠായികളല്ല കേട്ടോ. മിഠായികൾ നമ്മൾ വരുന്ന കുട്ടികളുണ്ടാവില്ല അവരുടെ കൂടെ, അപ്പോൾ അവരെ സേവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഈ നുറുക്കും അതുപോലെ മുളക് പൊടി എല്ലാം നമ്മളുടെ സംരംഭകരുടെയാണ് കേട്ടോ. എല്ലാം വീട്ടിൽ പൊടിച്ചെടുക്കാൻ. ഞങ്ങളുടെ ചിക്കൻ മസാല കണ്ടില്ലേ, ഇതിനൊക്കെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ഞാൻ മാങ്ങ വെച്ചിട്ടുണ്ട് ഇവിടെ. അവർ ഡിസ്പ്ലേക്ക് ചെറിയ പാക്കറ്റ് ആകുമ്പോൾ വേഗം വാങ്ങും. ഞാനും ബോട്ടിൽ മുന്തിരി വെച്ചിട്ട് ഒരുപാട് സമയമെടുത്തു അത് ചിലവായി പോകാൻ. ഇനി ചെറിയ പാക്കറ്റ് മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ പെട്ടെന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നവരൊക്കെ ആകുമ്പോൾ ചെറിയ പാക്കറ്റ് ആകുമ്പോഴല്ലേ നല്ലത്. അവിൽ പൊരിയവിൽ നിന്നാണ് ഞാൻ അതിൽ പേരിട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അത് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം കൊടുത്തതിൻ്റെ കാശ് വാങ്ങി അതിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം കേട്ടോ. ഒരു 10% നമ്മൾ കൊടുക്കണം. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുന്നതിന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാട്ടോ എല്ലാവരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റൊക്കെ പറയണം. അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, ഒരു വിഷാംശം ഇല്ലാത്തതാണ് വേണ്ടവർ. ഞാൻ അപ്പോഴേ ഓർഡർ കൊടുത്തിട്ടാട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ നാളേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വൈകുന്നേരം ആകുമ്പോഴേക്ക് സെറ്റാക്കിയിട്ട് രാവിലെ അത് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ വേണ്ടവർ പറയാട്ടോ, ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ.